നമസ്കാരം. വയനാട്ടിലെങ്ങും ഉയർന്നു കേൾക്കുന്നത് ഒരേ ഒരു പേര് മാത്രം, രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട് ജില്ലയിലെ UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പത്രിക സമർപ്പിച്ചു. കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള SKMG സ്കൂൾ ഗ്രൗണ്ടിൽ വന്നിറങ്ങിയ രാഹുൽ കലക്ടറേറ്റിലേക്ക് എത്തി. തുറന്ന വാഹനത്തിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേതാക്കൾക്കൊപ്പം കലക്ടറേറ്റിലേക്ക് പോയത്. താഴ്ന്നു പറന്ന ഹെലികോപ്റ്ററിൽ നിന്നും തന്നെ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം കൽപ്പറ്റയിലേക്ക് പ്രവേശിച്ചത്. കൽപ്പറ്റ MJAG സ്കൂളിലെ ഹെലിപാഡിൽ നിന്നും തുറന്ന വാഹനത്തിൽ റോഡ് ഷോയാണ് രാഹുലും പ്രിയങ്കയും കലക്ടറേറ്റിലേക്ക് തിരിച്ചത്. പത്രികാ സമർപ്പണത്തിനായി വയനാട്ടിലെത്തുന്ന രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് കൽപ്പറ്റയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. പോലീസിന് നിയന്ത്രിക്കാൻ കഴിയുന്നതിലും വലിയ ജനക്കൂട്ടമാണ് വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നുമായി വയനാട്ടിൽ എത്തിയിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ വയനാട് നഗരം UDF പ്രവർത്തകർ കൈയടക്കിയിരുന്നു. റോഡിനിരുവശവും പ്രവർത്തകർ തിങ്ങി നിറഞ്ഞു. തുറന്ന വാഹനം കടന്നു പോകുമ്പോൾ ബാരിക്കേഡുകൾ മറച്ചിട്ട് പ്രവർത്തകർ റോഡിലേക്ക് എത്തുന്ന കാഴ്ചയായിരുന്നു വയനാട് നഗരത്തിൽ ഉണ്ടായത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾക്കെല്ലാം അപ്പുറം ആവേശം പോകുന്ന അവസ്ഥയായിരുന്നു പലപ്പോഴും. 1 കിലോമീറ്ററിലും താഴെ ദൂരമാണ് ഗ്രൗണ്ടിൽ നിന്ന് കലക്ടറേറ്റിലേക്കുള്ളത്. വളരെ പതുക്കെയാണ് രാഹുൽ കയറിയ വാഹനം കലക്ടറേറ്റിലേക്ക് നീങ്ങുന്നത്. അത്ര വലിയ തിരക്കാണ് വയനാട് നഗരത്തിലുള്ളത്. പൊതുജനങ്ങളും പാർട്ടി പ്രവർത്തകരുമെല്ലാം റോഡിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ. വാഹനം കൂടെ നിർത്തി ആളുകൾക്കെല്ലാം കൈകൊടുത്താണ് രാഹുൽ ഗാന്ധി കലക്ടറേറ്റിലേക്ക് നീങ്ങുന്നത്. റോഡ് ഷോ നടക്കുന്ന 2.5 കിലോമീറ്ററിലും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണിപ്പോൾ. വഴിയുടെ ഇരുവശത്തുമായി പ്രിയ നേതാവിനെ കാണാൻ അണികളും നാട്ടുകാരും തടിച്ചുകൂടി നിൽക്കുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരുടെ നീണ്ട നിരയും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിമാരും കോൺഗ്രസ് പ്രസിഡന്റുമാരും പലതവണ കേരളത്തിലെത്തിയിട്ടുണ്ടെങ്കിലും അവർ ഏതെങ്കിലും റാലിയെ അഭിസംബോധന ചെയ്ത് മടങ്ങുകയായിരുന്നു പതിവ്. ഇതാദ്യമായാണ് ഒരു കോൺഗ്രസ് അധ്യക്ഷൻ, അതും പാർട്ടിയുടെ മുഖമായ ഒരാൾ, കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.